എല്ലാ അർത്ഥത്തിലും RMP പൂർണ്ണമായിട്ടും ഷാഫിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് രംഗത്തിറങ്ങും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. എന്തായാലും 1 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ ഷാഫി വടകരയിൽ ജയിക്കുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനു വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ്. TP ചന്ദ്രശേഖരൻ്റെ സ്മൃതി മണ്ഡപത്തിലെത്തിയാണ് ആദ്യം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. TP ചന്ദ്രശേഖരൻ്റെ ഭാര്യ KK രമ MLA നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഏത് രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാണ് ഷാഫി പറമ്പിലിന് വേണ്ടിയിട്ട് RMPയുടെ ഭാഗത്തുനിന്ന്? എല്ലാ അർത്ഥത്തിലും RMP പൂർണ്ണമായിട്ടും ഷാഫിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് രംഗത്തിറങ്ങും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഈ നമ്മുടെ മണ്ണിൽ ജനാധിപത്യ മതേതര രാഷ്ട്രം നിർമ്മിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനെതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടം, അതിനുവേണ്ടിയുള്ളൊരു പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ TP ചന്ദ്രശേഖരൻ കേസിൽ പുതിയ ഒരു കോടതി ഇടപെടലൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ TP കേസ് തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. TP കേസും ഒരു പ്രധാന വിഷയമായിരിക്കും. മറ്റ് വിഷയങ്ങളോടൊപ്പം വർഗീയ ഫാസിസത്തിനെതിരെ, രാഷ്ട്രീയ ഫാസിസത്തിനെതിരെ, TPയുടെ കൊലയാളികൾ സംരക്ഷിക്കുന്നതിനും ആ കൊലയാളികൾക്ക് വേണ്ടി പാലൂട്ടി അവരെ വളർത്തുന്നതിന് എതിരായിട്ടുള്ള വലിയ വികാരമാണ് വടകരയിലുള്ളത്. അതുകൊണ്ട് ഇതെല്ലാം പ്രചരണത്തിന് വളരെ ശക്തമായ ആയുധമായി മാറും. മറ്റൊരു കാര്യം, ഈ സ്ത്രീ പ്രാതിനിധ്യം സംബന്ധിച്ചാണ്. UDF സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീ പ്രാതിനിധ്യം കുറഞ്ഞുപോയി എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. നേരത്തെ തന്നെ VD സതീശനടക്കം പ്രതിപക്ഷ നേതാവടക്കം ഇതിൽ കുറ്റബോധമുണ്ട് എന്ന ഒരു പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അല്ല, അത് ആ വിഷയം എല്ലാ സ്ഥാനാർത്ഥികളും ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അവർക്ക് സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്ന് അഭിപ്രായപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഒരു കാരണവശാലും അവരുടെ പ്രാതിനിധ്യം കുറയ്ക്കരുത്. അതുകൊണ്ടാണ് 33% സംവരണം പോരാ, 50% വേണമെന്ന് ആവശ്യപ്പെടുന്നവരാണ്. അപ്പോൾ ക്രമേണ അതിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഓരോ സ്ഥാനാർത്ഥികളും അവരുടെ പട്ടിക തയ്യാറാക്കുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടി ഈ വിഷയത്തിൽ കൈകാര്യം ചെയ്യേണ്ടതാണ്. ഷാഫി പറമ്പിൽ എത്ര ഭൂരിപക്ഷം വോട്ടിനായിരിക്കും വിജയിക്കുക എന്നാണ് കണക്കൂട്ടുന്നത്? ഷാഫി പറമ്പിന് അത്യുജ്വലമായ വിജയമായിരിക്കും വടകരയിൽ ഉണ്ടാക്കുക. എന്തായാലും 1 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ ഷാഫി വടകരയിൽ ജയിക്കുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. ഇതാണ് പറയുന്നത്. ഏതായാലും ഷാഫി പറമ്പിലിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് RMP അടക്കമുള്ള ഈ ഘടകകക്ഷികളൊക്കെ തന്നെ. ക്യാമറമാൻ ജയ്സൽ ബാബുവിനൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 കോഴിക്കോട്.